ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു ഫിഷ് കട്ട് ചെയ്യുന്നൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടിവിറ്റിയാണ് ഫിഷ് കട്ടിങ്. വലിയ ചൂര, നമ്മുടെ കേര, അങ്ങനത്തെ ഫിഷസൊക്കെ കട്ട് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. നമ്മൾ ഫ്രീസറിൽ കുറച്ച് നേരം ഒന്ന് ചെറിയൊരു ഫ്രീസ് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ യൂട്യൂബിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീഡിയോസ് കാറ്റഗറിയിലുള്ളതാണ് ഈ ഫിഷ് കട്ടിങ് കാണിക്കുമല്ലോ. അതായത് നമ്മുടെ അതിൻ്റെ എക്സ്പേർട്ടുകളുണ്ടല്ലോ ഫിഷ് കട്ടിങ്ങിൻ്റെ. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഫിഷ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നല്ല ഷാർപ്പായിട്ടുള്ള നൈഫാണ് വേണ്ടത്. നല്ല മൂർച്ചയുള്ള നൈഫ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഫിഷ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഗിൽസ് ആയാലും ഫിൻസ് ആയാലും ഒക്കെ ഓരോന്നും കട്ട് ചെയ്യുന്നതിന് ഒരു ടൈമുണ്ട്. ആ ടൈമിൽ തന്നെ കട്ട് ചെയ്യണം. പിന്നെ ഏറ്റവും ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ഫിഷാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്, എങ്കിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഫിഷ് കട്ട് ചെയ്യുമ്പോൾ കട്ടിംഗ് ബോർഡ് ആണ് കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ നമ്മൾ നല്ല ബിഗർ സൈസിലുള്ള ഫിഷസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ സ്ലാബിൻ്റെ ടോപ്പിൽ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഡിഷ് വാഷ് യൂസ് ചെയ്ത് അവിടെ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് എങ്ങനെ വരും ഈ വീഡിയോ, ഒരു ടൈം പാസിനായിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് ചൂരയാണോ കേരയാണോ എന്നുള്ളത് എനിക്ക് കൺഫേം അല്ല. ഇതിപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ആണ് വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ ഇടുക്കിയിൽ കുറച്ച് വർഷങ്ങളുണ്ടായിരുന്നു, അറൗണ്ട് ഒരു 5 years ഞങ്ങൾ ഇടുക്കിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അവിടെ എപ്പോഴും കിട്ടുന്നത് കേര ഫിഷായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ജീവിച്ച് വന്ന കാലത്തൊന്നും ഞാൻ കേര അങ്ങനെ കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കൂടുതലും ചൂര ആണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇടുക്കിയിൽ ചെന്നതിന് ശേഷം കൂടുതലും എപ്പോഴും അവിടെ ഈസി ആയിട്ട് കിട്ടുന്നത് കേരയായിരുന്നു. കേര ഫിഷ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അവിടെ ചെന്നിട്ടാണ് ഈ കൊടംപുളി എന്ന് പറയുന്ന ഒരു ടേസ്റ്റിലോട്ട് എത്തിപ്പെടുന്നത്. ഇടുക്കിയിൽ 2018 ഞങ്ങൾ ഇടുക്കിയിൽ 2018 മുതൽ 2023 വരെ ഇടുക്കിയിലുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായിട്ട്. ആ സമയത്ത് ആ ഒരു കാലയളവിലാണ് ഈ കേര ഫിഷ് വലിയ ഇഷ്ടം, കൊടംപുളി ഇട്ടുള്ള ഫിഷസൊക്കെ പ്രിപ്പയർ ചെയ്യാനും അതിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം തുടങ്ങിയത്. അപ്പോൾ അതിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് തിരിച്ച് സെറ്റിലായി. ഇപ്പം നമ്മൾ ഇടുക്കിയിൽ നിന്ന് കിട്ടിയ കുറേ ശീലങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആക്ച്വലി ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയും കാട്ടിലും ഇഷ്ടം കൊടംപുളിയിട്ടുള്ള ഫിഷാണ്. നമ്മുടെ ട്രിവാൻഡ്രം ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, അതും ഇഷ്ടമാണ്. അത് വേറൊരു ടേസ്റ്റ്. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയിലാണെങ്കിൽ നമ്മുടെ മണമുള്ള മുളകുണ്ടല്ലോ, അതിന് ഉണ്ടമുളകെന്നും പറയും, വേറെ എന്തൊക്കെ പേരുകൾ പറയും എനിക്കറിയില്ല. അതൊക്കെ ഇട്ട് മുരിങ്ങക്കായ, പിന്നെന്താ പച്ച മാങ്ങ, ഇതൊക്കെ ഇട്ട് ഫിഷ് വെക്കുന്നതും ഇഷ്ടമാണ് ട്രിവാൻഡ്രം സ്റ്റൈലിൽ. അതുപോലെ തന്നെ കൊടംപുളിയിട്ട് ഉള്ള മുളക് കറിയും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് കട്ടിങ് സംസാരിച്ച് നമ്മുടെ ഫിഷ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഫിഷ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ 2 പേരേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് തന്നെ 2 ദിവസത്തേക്ക് വരും. ഓൾറെഡി ഫ്രീസറിൽ കുറച്ച് ഫിഷസൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതും ഞാൻ വെച്ചു. ഇത് കരിമീനാണ് കേട്ടോ, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം. അത് ഫിഷ് നിർവാണം ഉണ്ടാക്കാമെന്ന് കരുതുന്നത് ഹസ്ബൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഓഫുള്ള ദിവസം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഞാൻ കുഞ്ഞുള്ളിയും
സവോളയും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഫ്രീസറിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. കാരണം നമുക്ക് ചിക്കനോ ഫിഷോ ഒക്കെ എന്തെങ്കിലും പെട്ടെന്ന് വെക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മെനക്കേട് വേണ്ടല്ലോ. ഓൾറെഡി നമ്മളിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ക്രഷ് ചെയ്യുന്നത് ഒരു ജോലിയാണ് ആക്ച്വലി. പിന്നെ അങ്ങനെ സംസാരിച്ചു അങ്ങനെ നമ്മൾ ഫിഷ് കട്ട് ചെയ്തെടുത്തു. ഇനി സവോളയും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് സംസാരിക്കാനായിട്ട്. പക്ഷേ സംസാരിക്കാൻ ആരുമില്ല എപ്പോഴും. ഇങ്ങനെ അതുകൊണ്ടാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാമെന്ന് കരുതിയതും. ഇപ്പോൾ ഒരു ടൈം പാസ്സാണല്ലോ നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും. ഒന്നും അറിയില്ല, പക്ഷേ അറിയാവുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഒരുപാട് മിസ്റ്റേക്സ് വരാം. പിന്നെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരാറുണ്ട്. പിന്നെ അത് വീണ്ടും റീടേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് ജോലിയാണ്. അപ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആകും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സമയം നമുക്ക് പോകും പോസിറ്റീവായിട്ട് ഇരിക്കുവാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും. നമ്മൾ എഡിറ്റിംഗ് തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഓരോ വീഡിയോസിനും നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സ് വെച്ച് കൂടുമ്പോഴും അതും ഒരു സന്തോഷം. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആൾക്കാരിൽ എത്തിപ്പെടുന്നു, അവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ സംസാരിച്ച് നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.